നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാം. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനും അതേപോലെ തന്നെ നമുക്ക് കളർ വെക്കാനും പിന്നെ യങ് ആയിട്ടിരിക്കാനും എല്ലാത്തിനും നമ്മളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് എന്ത് ഓയിലാണെന്നറിയോ? അതിന് വേണ്ടി ഇതാണ്. ഇത് കണ്ടിട്ട് ഇത് എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഓറഞ്ച് ഓയിലാണ് കേട്ടോ. ഓറഞ്ച് ഓയിൽ ഞാൻ വിചാരിച്ചത് ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ഒരു കഷ്ടപ്പാടുമില്ല. നിങ്ങൾക്കൊരു ഓറഞ്ച് വാങ്ങിക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ വെച്ചാൽ കൊറിയൻ സ്കിൻ കെയറിൽ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഓറഞ്ച് ഓയിൽ, അല്ലെങ്കിൽ വിറ്റാമിൻ സിയുടെ ഓയില്, സിറം എന്നൊക്കെ ഉള്ളത്. അപ്പം ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ സ്കിന്നൊക്കെ ഏത് രീതിയിലാണ് നമുക്ക് ഫ്രഷ് ആക്കി വെക്കാൻ പറ്റുന്നതെന്ന്. അതേപോലെ തന്നെ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഇങ്ങനെയുള്ള ഓയിലും സിറങ്ങളും എല്ലാം ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്കുടെ സ്കിന്നിൽ വീണ്ടും പിമ്പിൾസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ ഈ ഓറഞ്ച് ഓയിൽ അങ്ങനെയല്ല. ഓയിലി സ്കിൻ ആകട്ടെ, കോമ്പിനേഷൻ സ്കിന്ന്, നോർമൽ സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, എക്സ്ട്രാ ഡ്രൈ സ്കിന്ന്, നിങ്ങളുടെ സ്കിന്ന് ഏത് ടൈപ്പും ആവട്ടെ, നിങ്ങൾക്കിത് ഒരു ഡൗട്ടും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇത് എന്താ പറയുക, നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഡസ്റ്റും എല്ലാം വലിച്ചെടുക്കുകയും നമ്മുടെ ഓപ്പൺ പോർസ് ഉള്ളതെല്ലാം മാറാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ് ഈ ഓറഞ്ച് ഓയിൽ കേട്ടോ. നിങ്ങളൊരു 15 ദിവസം അടുപ്പിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണും. അതുകൊണ്ട് വേഗമായി കണ്ടിട്ട് വരിക എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ഓറഞ്ചാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഓറഞ്ചാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കുറച്ച് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. കാരണം നമ്മളതിൻ്റെ സ്കിന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം നന്നായിട്ട് അതിൻ്റെ അകത്ത് പൊടിയും സംഭവങ്ങളും ഒന്നും ഇല്ലാത്തതായിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴുകിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ഓയിലിന് അത്ര ഇതാവില്ല. അതുകൊണ്ട് വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം എന്നിട്ട് ഞാൻ ഒരു പീലർ എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളയുന്ന ചെറിയ പീലർ ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയല്ല ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കത്തി വെച്ചിട്ടാണെങ്കിലും അതിൻ്റെ സ്കിന്ന് മാത്രമായിട്ട് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഞാൻ എടുത്തപ്പം കുറച്ച് അതിൻ്റെ വൈറ്റ് ഭാഗമില്ലേ, അത് കുറച്ച് വന്നിട്ടുണ്ട്. വൈറ്റ് ഭാഗം വരാൻ പാടില്ല. വൈറ്റ് ഒഴിവാക്കിയിട്ട് അതിൻ്റെ സ്കിന്ന് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വൈറ്റ് ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കത്തി എടുത്തിട്ട് അത് ചുരണ്ടി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ബാക്കിയുള്ളതും കൂടെ അതിൻ്റെ വൈറ്റ് കളറ് കളഞ്ഞിട്ട് ചുരണ്ടി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഇപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങൾ, വലിയ പീസുകളാണല്ലോ, ഇച്ചിരി നീളത്തിൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് കൈ വെച്ച് തന്നെ ഒന്ന് ഒടിച്ച് കൊടുത്ത് അതൊന്ന് ചെറുതാക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണും കുറച്ച് ഓറഞ്ചിൻ്റെ പീൽസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നും. അതുകൊണ്ട് ഞാനത് അവിടെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഇപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും ഓരോ ഓറഞ്ചും കൂടെ എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടുതലോട്ട് തന്നെ ഇപ്പം നമ്മൾ ചെയ്തില്ലേ അതും കൂടെ ഇട്ട് വെക്കുകയാണ്. ഈ കുപ്പിയിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കോക്കനട്ട് ഓയിലാണെങ്കിൽ കോക്കനട്ട് ഓയിൽ. പക്ഷേ പാരച്യൂട്ടിൻ്റെ ഒന്നും നമ്മൾ മുടിയിൽ പറ്റണ ഓയിലൊന്നും എടുക്കരുത്. അതല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക. അതേപോലെ തന്നെ വെർജിൻ ഒലിവ് ഓയിൽ എടുക്കുക. അപ്പം ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കുറച്ച് ഓയിൽ ഇച്ചിരി കട്ട പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തതാണ് നിങ്ങൾ ആദ്യം പാത്രത്തിൽ കണ്ടത് കേട്ടോ.
ഞാൻ മെൽറ്റായിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് വെക്കുകയാണ്. ഓയിൽ ഒഴിക്കുമ്പം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓറഞ്ച് പീലില്ലേ അതിന് മുകളിലായിട്ട് ഓയിൽ കിടക്കണം. ഇത് നന്നായിട്ട് ഓയിലിൽ മുങ്ങിക്കിടക്കണം, എന്നാൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ നേരത്തെ എടുത്ത ഓയിൽ എനിക്കത് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ നമ്മുടെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കണം, മെൽറ്റ് ചെയ്തെടുക്കുക കുറച്ച് പണിയാണ്. ഞാനത് മെൽറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് ഒഴിച്ച് വെക്കുകയാണ്. ഒരിക്കലും ഓയിൽ കുറവാകരുത്, അതിന് മുകളിൽ നിൽക്കുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് ഒഴിച്ചു കൊടുത്തല്ലോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഓയിലിൽ ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ സ്പൂൺ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂൺ എടുക്കണം, ഒരിക്കലും വെറ്റായിട്ടുള്ള സ്പൂൺ എടുക്കരുതേ. അങ്ങനെ നമ്മുടെ വിറ്റാമിൻ സി ഓയിൽ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിനി ഇതേപോലെ തന്നെ നമുക്കൊരു 3 ദിവസം ഇങ്ങനെ തന്നെ വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിത് ഓപ്പൺ ചെയ്യരുത്, ശരിക്കും ടൈറ്റായിട്ട് തന്നെ അടച്ചു വെക്കുക. ഫ്രിഡ്ജിലൊന്നും അല്ല വെക്കേണ്ടത്, പുറത്താണ് വെക്കേണ്ടത് കേട്ടോ. അങ്ങനെ 3 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഞാൻ നമ്മുടെ ഓയിൽ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഇതേപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ. പിന്നെ അരിക്കാനായിട്ട് ഇതേപോലെയുള്ളൊരു അരിപ്പയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഓയിൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കിയേ എന്നാ കളറാന്ന് നോക്കിയേ, കാണാൻ തന്നെ രസമില്ലേ അത്. അതേപോലെ തന്നെ നല്ല മണവും ഉണ്ട് കേട്ടോ. നല്ലൊരു സാധാരണ നമ്മൾ ഓറഞ്ചൊക്കെ പൊളിക്കുമ്പോഴത്തേക്കും നല്ലൊരു മണം ഉണ്ടാവില്ലേ, അതേപോലെ നല്ലൊരു മണമുണ്ട്. അപ്പം നമ്മളിത് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് അതേപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ഇതിൻ്റെ ഒരു മണം കിട്ടും. പിന്നെ ഞാനൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിരിക്കുക, കാരണം ഇതിൻ്റെ അകത്ത് ഇനിയും ഈ ഓയിലുണ്ടാവും. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലും കൂടെ നമുക്ക് വെറുതെ നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ബാലൻസ് ഉള്ളതും കൂടെ നമുക്ക് കിട്ടും, അതിന് വേണ്ടിയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഓയിൽ ഇതാ ഇത്രയാണ്. അപ്പോൾ ഞാനിത് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നർ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കുന്നതും ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം അത് സ്പ്രേ ചെയ്താൽ മതി. സ്പ്രേ ചെയ്തിട്ട് നമുക്കത് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ എടുക്കുന്നത്. ഞാനത് ഈ കണ്ടെയ്നറിലോട്ട് നമ്മുടെ ഫുള്ള് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് കറക്റ്റ് ആ ഒരു കണ്ടെയ്നർ ഫുള്ളുള്ളതാണ് കിട്ടിയത്. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ വേറൊരു കണ്ടെയ്നർ ഇല്ലായിരുന്നു. എന്തായാലും ഓക്കെ ആയി. നമുക്ക് ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കാം, തുറന്നൊന്നും വെക്കരുത് കേട്ടോ. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണമുണ്ട്. ആ മണം പോകണ്ട, അതുകൊണ്ട് അടച്ച് തന്നെ വെക്കുക. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യും. അപ്പോൾ ഇനി ഞാനതൊന്ന് കയ്യിലേക്ക് ഒന്ന് തേച്ച് കാണിച്ചു തരാം. നല്ല സ്മൂത്ത് ആവുന്നുണ്ട് കയ്യിൽ തേക്കുമ്പോൾ തന്നെ, അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാനത് പറയാം. നമ്മുടെ വീഡിയോ അതിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇനി പിന്നെ നമ്മുടെ വിറ്റാമിൻ സിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ എപ്പോഴും നമ്മൾ നല്ല സന്തൂർ മമ്മി എന്നൊക്കെ പരസ്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പ് നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിൻ എപ്പോഴും യങ്ങായിട്ടായിരിക്കും ഇരിക്കുക. അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിരിക്കും. മുഖത്തെ പാടുകളൊക്കെ പോകുന്നതിനും വൈറ്റ് ആകുന്നതിനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു സൂപ്പർ റെമഡിയാണ് നമ്മുടെ ഈ വിറ്റാമിൻ സിയുടെ ഓയിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും ഈസി ആയിട്ടുള്ള സംഭവമല്ലേ, ഉണ്ടാക്കുന്നതിനൊന്നും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് 3 ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുള്ള ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറൊരു പ്രശ്നവും ഇല്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഓറഞ്ച് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കണ്ടല്ലോ, ഈസി അല്ലേ? ഞാൻ വിചാരിച്ചതുപോലെ തന്നെയായിരിക്കും നിങ്ങളിൽ പലരും കരുതിയിരുന്നിട്ടുണ്ടാവുക. കാരണം ഇത്രയും റേറ്റ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കാണുമ്പോൾ തന്നെ വിചാരിക്കും ഇത് ഭയങ്കര പാടായിരിക്കും ഉണ്ടാക്കാനെന്നൊക്കെ. നിങ്ങളുടെ ആ ഒരു ചിന്ത എന്തായാലും മാറിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യേണ്ടത്
നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഇതൊരു 4-5 ഡ്രോപ്സ് മാത്രം മതി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഈ എണ്ണയൊക്കെ ഒഴുകുന്ന പോലെയൊക്കെ തേക്കുക, അങ്ങനെയൊന്നും തേക്കരുത് കേട്ടോ. ഇതൊരു 4-5 ഡ്രോപ്സ് മതി. അതിങ്ങനെ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നൈറ്റ് ക്രീം ഒക്കെ ഒഴിവാക്കിയിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് തേക്കാം. ഇനി അതും അല്ലെങ്കിൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇത് തേച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് തേച്ചിട്ട് ഒരിക്കലും വെയിലത്ത് പോകരുത്. അതേപോലെ തന്നെ പൊടിയൊക്കെ ഉള്ള ഡേ ടൈമിൽ യൂസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പൊടികളൊക്കെ പറ്റുവാണെങ്കിൽ നമ്മുടെ ഇത് ഓയിൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ അടിഞ്ഞിരിക്കാനൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഇത് വെയിലത്ത് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഇത് പരട്ടിയിട്ട് ഒരിക്കലും വെയിലത്ത് ഇറങ്ങരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം വളരെ ഈസി ആയിട്ട് നമ്മൾ ഓറഞ്ച് ഓയിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.